മിഡിൽ ഈസ്റ്റിൽ സമാധാനവും വികസനവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മണ്ണിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലിനെയും യുദ്ധം നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്നാണ് ടെഹ്റാനിൽ നിന്നും ഇന്ന് മസൂദ് പെഷസ്ക്യാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അറബ് നാടിനെ അന്ത്യശാസനവുമായിട്ട് ഇറാൻ രംഗത്ത് വന്നിട്ടാണുള്ളത്. നമുക്കറിയാം, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി അവരുടെ പോർവിമാനങ്ങൾ കൊണ്ടിറക്കിയിട്ടുള്ളത്, അവരുടെ വെടിക്കോപ്പുകൾ കൊണ്ടിറക്കിയിട്ടുള്ളത് അറബിൻ്റെ മണ്ണിലാണ്. അറബിൻ്റെ മണ്ണിൽ അവർ ആദ്യമേ തയ്യാർ ചെയ്തു വെച്ച അവരുടെ ബേസ് ക്യാമ്പിൽ നിന്നുമാണ് ഇറാനിൽ ബോംബിടാൻ വേണ്ടി അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉയർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ഒരു അക്രമകാരിയായ രാഷ്ട്രമല്ല. നമ്മുടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സിനെയോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളെയോ അമേരിക്കയോ ഇസ്രായേലോ ഉന്നം വെക്കുകയാണെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സഖ്യകക്ഷികളായിട്ടുള്ള അറബ് രാജ്യങ്ങളുടെ ഓരോ ഇൻഫ്രാസ്ട്രക്ചറുകളും ഞങ്ങൾ നശിപ്പിക്കുമെന്നാണ് മസൂദ് പെഷസ്ക്യാൻ ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അറബ് നാടുകളിലേക്ക് ഇത്രയധികം ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അവരുടെ മണ്ണുപയോഗിച്ചാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അറബ് നാടിനും അവിടെയുള്ള ജനങ്ങൾക്കുമെല്ലാം അവരുടെ നാശത്തിന് കാരണമാകുന്ന ഒരു കാര്യമായിട്ടാണ് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമല്ലാതായിരുന്ന പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഇത്രയും വലിയ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാർ എത്തി അവിടെ ചർച്ചകളും മറ്റും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. യുദ്ധം നിർത്തലാക്കാൻ വേണ്ടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്ക് മുഖേന, അവരുടെ വിദേശകാര്യ മന്ത്രിമാർ മുഖേന ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു ഭാഗത്ത് യുദ്ധം അവസാനിച്ചു അല്ലെങ്കിൽ യുദ്ധം നീട്ടി, ആണവ കേന്ദ്രം ആക്രമിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും തീർത്തും കള്ളത്തരമായ പൊള്ളയായ വാക്കുകളാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണവ നിലയങ്ങളോ ഊർജ്ജ സ്രോതസ്സുകളോ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ട്രംപ്, പക്ഷേ അവരുടെ സഖ്യകക്ഷിയായ ഇസ്രായേൽ ഇന്ന് ഇറാനിലെ 2 ആണവ കേന്ദ്രങ്ങൾ കൂടി ആക്രമണത്തിൽ ഇരയാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്ക ഈ ഒരു സമാനമായ സാഹചര്യം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ എരിതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി പട്ടാളക്കാർ. ഇസ്രായേൽ ഒരിക്കലും ഈ ഒരു യുദ്ധം അവസാനിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ലാത്ത മട്ടാണ്. അമേരിക്ക ഇതിൽ ഇറങ്ങി കുടുങ്ങിയ ഒരു മട്ടാണുള്ളത്. എന്തു തന്നെയായാലും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥന ചെയ്യാം.